ശ്രീനാരായണ ഗുരുദേവൻ ജാതി ചോദിക്കരുത്, ജാതി ചിന്തിക്കരുത്, ജാതി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ ഏകീകരണത്തിന്റെ പാതയിലേക്ക് ഹൈന്ദവ സമൂഹത്തെ നയിക്കാൻ ശ്രമിച്ചപ്പോൾ നാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെയും നാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച ആ തത്വങ്ങളെയും ഒക്കെ ചവിട്ടിയരച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ പുരോഗമനത്തിന്റെ മുഖം മൂടി അണിഞ്ഞ കപട മതേതരക്കാരാണ്. അവർ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക, ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക. ഹിന്ദുക്കളുടെ അഭയ കേന്ദ്രമായിട്ട് നാം കരുതുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ജാതി ഭേദമന്യേ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന പൊതു ഇടം എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളാണ്. ആ കേരളത്തിലെ ക്ഷേത്രങ്ങളെ തകർക്കാൻ, കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു. ക്ഷേത്രങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചടക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ കടന്ന് ക്ഷേത്രങ്ങളെ നശിപ്പിച്ച് ഇതുവരെ ചെയ്തിരുന്നത് ക്ഷേത്രങ്ങളെ പുറത്തു നിന്ന് തകർക്കാനായിരുന്നു. അത് നടക്കാതെ വരുമ്പോൾ ഉള്ളിൽ കടന്ന് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നൊരു കാലത്തെ മുദ്രാവാക്യം വിളിച്ചവർക്ക് ഹിന്ദുക്കളുടെ വളർന്നു വരുന്ന വർദ്ധിച്ചു വരുന്ന ഭക്തിയും ക്ഷേത്ര വിശ്വാസവും അതവരെ വികളി പിടിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ക്ഷേത്രങ്ങളെ തകർക്കണം, ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കണം. അതിനവർ ക്ഷേത്രങ്ങളെ പിടിച്ചടക്കുന്നു.